ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പേ വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് സ്റ്റാച്യൂവിലുള്ള വെറൈറ്റി മാളിലോട്ട് പോയി. അപ്പം വെറൈറ്റി മാൾ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരു മാളാണ്. അപ്പം വെറൈറ്റി മാളിൽ നിന്ന് പൊതുവേ നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് കോസ്മെറ്റിക് ഐറ്റംസ്, ഫാൻസി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ വെറൈറ്റി മാളിലുള്ളത്. അപ്പോൾ കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു വെറൈറ്റി മാളിലൊന്ന് പോകണം, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന്. അപ്പം എൻ്റെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ഏതാണ്ട് തീർന്ന്, അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ചാൻസ് വന്ന് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പം ഞാൻ വെറൈറ്റി മോളിൽ പോയി വാങ്ങിയ സാധനങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ. പൊതുവേ ഞാൻ ലോട്ടസിൻ്റെ ഒരു നല്ല ഫാനാണ്. കാരണം ലോട്ടസിൻ്റെ സീറം ഞാനൊരു 3-4 വർഷമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം 3-4 വർഷമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല എന്തോ പറയാനായിട്ട് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെത് സ്കിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില ടൈം ഓയിലി ആയിരിക്കും, ചില ടൈം ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. പൊതുവെ എനിക്ക് ഈ അലർജറ്റിക് ആയതുകൊണ്ട് റാഷസ്, ഇച്ചിങ് ഒക്കെ വരാറുണ്ട്. അലർജറ്റിക് ആയതുകൊണ്ട് പൊതുവേ എനിക്ക് ഇച്ചിങ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോവിസ് ലോട്ടസാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പം ജോവിസ് വരുമ്പോഴത്തേക്കും പിമ്പിൾസ്, മോക്കുരൊക്കെ മുഖത്തുനിന്ന് ഇഷ്ടം പോലെ വരുമായിരുന്നു. അപ്പം ഞാൻ അതിന് ശേഷമാണ് ഈ ലോട്ടസ്, എൻ്റെ മിസ്സാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെ ഗ്രൂമിങ് ടൈമിൽ ലോട്ടസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷനാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ അതിൻ്റെ സീറമൊക്കെ ഞാൻ ഒരുപാട് ടൈം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സംതിങ് 390 ആ റേഞ്ച് എന്തോ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സീറം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല അടിപൊളി സീറം ആയിരുന്നു, എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും ഞാൻ ഈയിടയ്ക്ക് പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസാണിത്. പിന്നെ പൊതുവേ ലോട്ടസിൻ്റെ സാധനങ്ങളെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 500 ഒക്കെയാണ് പല സാധനങ്ങളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വാങ്ങിയതെന്ന് പറയുന്നത് ഒരു ബ്രഷാണ്. ഇത് ലോട്ടസിൻ്റെ ബ്രഷല്ല, അല്ലാതെ ഒരു ബ്രഷാണ്. അതിന് വന്നേക്കുന്ന 240 രൂപയാണ്. മേക്കപ്പ് ബ്രഷാണ് സംഭവം. എന്താണ് അത്, എന്താ ഐ ഷാഡോയും കോമ്പാക്ട് പൗഡറും ഒക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ബ്രഷ്. പിന്നെ ഞാൻ എന്താണ് ഐ ഷാഡോ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ് ഞാൻ പിന്നെ വാങ്ങിയിരിക്കുന്നത്. അത് 115 രൂപയാണ്. ഇതാണ് സംഭവം, കാണാമോ? ഇതാണ് സംഭവം, 115 രൂപയാണ്. ഇതാണ് ആദ്യത്തെ ബ്രഷ്. പിന്നെ ഞാൻ വാങ്ങിയ ഐറ്റം എന്ന് പറയണത് ഇതാണ്, എന്താണ് ലോട്ടസിൻ്റെ മേക്കപ്പ് സെറ്റാണ്. ഇത് പൗഡറാണ് സംഭവം. കോമ്പാക്റ്റും ഐഷാഡോയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ്. ഐഷാഡോ അല്ല, കോമ്പാക്ട് പൗഡറാണ്, കോമ്പാക്ട് പൗഡറാണ് സംഭവം. അപ്പം ഇതാണ് സാധനം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റാണ്. അത്യാവശ്യം നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഈ സാധനം. പിന്നെ ഞാൻ വാങ്ങിയ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, പ്രൈമർ, ലൂമിനൈസിങ് പ്രൈമറാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടെ എന്താ പറയാനായിട്ട് നല്ലൊരു ഗ്ലേസിങ് ആണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാനായിട്ട് കുറച്ച് ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട്, അപ്പോൾ അത് അവർ കൃത്യമായിട്ട് അവിടെയുള്ള സ്റ്റാഫ് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് കുറച്ചൊന്ന് ജസ്റ്റ് ഈ മൂന്നിൻ്റെയും വ്യത്യാസം നമുക്ക് അവിടെ കാണിച്ചു തരും. 3 പ്രൈമറുണ്ട്, ജെൽ ബേസ്ഡ് ഉണ്ട്, ലൂമിനൈസിങ് പ്രൈമറുണ്ട്, ടിൻ പ്രൈമറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ബെറ്ററായിട്ട് തോന്നിയതെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണിന് തോന്നിയതാണ് ഈ ലൂമിനൈസിങ് പ്രൈമർ. അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് കാണാൻ പറ്റും കൈക്ക്, നേരത്തെ ഉള്ളതിനെക്കാട്ടിയും ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്കൊരു എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നില്ല. അപ്പം അങ്ങനെ ഒരു ലൂമിനൈസിങ് പ്രൈമർ വാങ്ങിയായിരുന്നു ലോട്ടസിൻ്റെ. കാണാമോ? ലൂമിനൈസിങ് പ്രൈമർ വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയത് ഈ സംഭവം, അതായത് ഐഷാഡോയും ബ്ലഷാണ് സംഭവം. പിന്നെ ബ്ലഷായിട്ട് ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പം അങ്ങനെ ഈ ഒരു ഇതാണ്. ഇതിന് 795 രൂപയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാത്തിനും ലോട്ടസിൻ്റെ ആ പ്രോഡക്റ്റിന് എല്ലാത്തിനും നല്ല പ്രൈസുണ്ട്. പക്ഷേ പൊതുവിൽ സെൻസിറ്റീവ് സ്കിൻ, അതായത് എൻ്റെ ടൈപ്പ് ഓഫ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഈ പ്രോഡക്റ്റ് സേഫാണ്. അപ്പം അങ്ങനെ ഇതാണ് സംഭവം. ഇതിൻ്റെ കളറ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ കളർ. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഇതെന്തോന്ന് പറയാം, മാറ്റ് ഫിനിഷും ഉണ്ടതിൽ, എന്നാൽ ഗ്ലിറ്ററിയാണ് ഒരു പോർഷൻ. അപ്പം കൊള്ളാം, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് മാസ്കാണ്. അപ്പം ഫേസ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സസക്തി എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് സംഭവം. ഫേസ് മാസ്കാണ് ഇത്. അവർ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കൊള്ളാം. ചാർക്കോൾ മാസ്കാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, നല്ല റിസൾട്ടാണ് വരണമെന്നാണ് പറഞ്ഞത്. ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമ്മളെ ഫേസിൽ നിന്ന് റിമൂവ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൂടെ ഞാൻ പറയാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.